ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുകമാറാകട്ടെ. അവിടുത്തെ മഹത്വമുള്ള അനുഗ്രഹീത ജീവിതങ്ങളായി നമ്മൾ മാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ നമ്മെ എപ്പോഴും സഹായിക്കട്ടെ. അവിടുത്തെ കൃപ നമുക്ക് എപ്പോഴും തുണയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുവരെ നടത്തിയ ദൈവത്തിന് എല്ലാ മഹത്വവും കൃപാദത്തിൽ അർപ്പിക്കുന്നു. തുടർന്ന് നമ്മളെ വഴി നടത്തുവാൻ അവിടുന്ന് സർവശക്തനായിരിക്കാൽ നമ്മെ വിളിച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അത് പൂർത്തീകരിക്കുവാൻ നമ്മെ ഓരോരുത്തരുടെയും വിളിക്കനുസരിച്ച് അത് ശ്രേഷ്ഠമായ നിലയിൽ അത് പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളെ സഹായിക്കട്ടെ. നാം ഇന്ന് 126 സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആരോഹണ ഗീതത്തിൽ 7 സങ്കീർത്തനമാണ്. അപ്പോൾ ആ ഒരു നിറവിൻ്റെ പടിയിൽ നിൽക്കുന്നുവെന്ന് ചിലർക്ക് പറയും. അങ്ങനെ ആരോഹണ 10 ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ ഇവിടെ 15 15 എന്ന് പറയാം. ഇവിടെ ഒരു മടങ്ങി വരവിൻ്റെ ഒരു സന്തോഷദായകമായ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം അപേക്ഷയും ഇതിനകത്ത് സമർപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു ഫാക്റ്റ്, ഒരു യാഥാർത്ഥ്യം അതും ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ഒന്ന്, പൂർവ്വകാലത്തിൽ നടന്ന ഒരു സംഭവം ഓർത്തുകൊണ്ട് അതിൻ്റെ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് ഇവർ ഒരു കണ്ണോട്ടം നടത്തുകയാണ്. ഒരു തിരിഞ്ഞുപോക്ക് ശാരീരികമായല്ല, ഒരു ഓർമ്മയുടെ ഒരു തിരിഞ്ഞുപോക്ക്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ളതുപോലെ ആ ദൈവം ചെയ്ത ഉപകാരങ്ങളിലേക്കൊന്ന് ഒരു തിരിഞ്ഞു നോട്ടം. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്നത്, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. ഇത് ബാബിലോന് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് അവിടെ ദൈവം മടക്കി വരുത്തുന്ന ഒരനുഭവം. ബാബിലോണിൽ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് അവർ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്ത് ദുഃഖിച്ചു എന്നൊക്കെ പറയുന്ന സങ്കീർത്തനമുണ്ടല്ലോ. അപ്പം അങ്ങനെ പ്രവാസികളായിരുന്ന സ്ഥലത്ത് നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതിൻ്റെ ആ മനോഹാരിതയെ അവർ വർണ്ണിക്കുകയാണ്. ഇതെപ്പോഴും ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ട്. മിസ്രയീമിൽ അടിമകളായിരുന്നു 400 സംവത്സരം. അവിടെ നിന്ന് മോശ മുഖാന്തരം നീ വിടുവിച്ചു കൊണ്ടുവന്നു. അത് അത്ഭുതങ്ങളുടെ ഒരു പടയോട്ടം തന്നെയായിരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത്, മാനുഷിക ശക്തികൾക്ക് അപ്രാപ്യമായത് ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകളിൽ കൂടെ ദൈവത്തിൻ്റെ കൈ അവിടെ വ്യാപരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ആ ദൈവത്തിൻ്റെ കരം തന്നെ അവരെ വീണ്ടെടുത്ത് മടക്കിക്കൊണ്ടുവരികയാണ്. ആ ചെങ്കടൽ കടന്നിട്ട് മിരിയാമും എല്ലാവരും ചേർന്ന് പാടുന്ന ഗീതമുണ്ട്. അതൊക്കെ ഒരു വിമോചന ഗീതം, ഒരു ബ്ലിസ്, അത് സോങ് ഓഫ് ബ്ലിസ്, ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഗീതം എന്നൊക്കെ വേണമെങ്കിൽ അവിടെ പറയാം, അവിടെ കാണുന്നുണ്ട്. തുടർന്ന് നമ്മൾ കാണുന്നത് ബാബിലോണി പ്രവാസത്തിലേക്ക് വീണ്ടും ഇസ്രായേൽ ജനം പോകുന്നുണ്ട്. അവിടെ നിന്നും ദൈവം മടക്കി വരുത്തുക. ദാനിയേൽ, രമ്യാവ് അവരൊക്കെ ബാബിലോണി പ്രവാസത്തിലേക്ക് പോയ കൂട്ടത്തിലുള്ളവരാണ്. അവിടെ നിന്ന് ദൈവം മടക്കി വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇസ്രായേലും നെഹമ്യാവും അങ്ങനെയൊക്കെ അവർ മടങ്ങി വന്ന് ദേവാലയം പണിയൊക്കെ പൂർത്തീകരിക്കുന്നു. അത് പ്രവാസികൾ മടക്കി വരുത്തിയപ്പോൾ അത് ഒരു സ്വപ്നം പോലെ ഓർക്കുന്നു. ഇത് ഡ്രീമാണോ? കാരണം ഇറ്റ്സ് ഇമ്പോസിബിൾ, അസാധ്യമായിരുന്നു, പക്ഷെ അത് സാധ്യമായി. അപ്പോൾ അവർക്ക് തോന്നുന്നത് ഒരു സ്വപ്നം പോലെയാണ്. ഇത് സ്വപ്നമാണോ കാണുന്നതെന്ന്. കാരണം റിയലാണെന്ന് അവർക്ക് ധരിക്കാൻ പ്രയാസമായിരുന്നു. അത്രയ്ക്ക് പ്രയാസമായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. മാനുഷികമായ ശക്തിയോ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു. ഒരു രാജാവ് വിട്ടയച്ചു എന്ന് പറയുമ്പോൾ പോലും ആ രാജാവിനെ ഉണർത്തിയത് ദൈവമാണ്. ആ രാജാവിനെ കരുവാക്കിയത് ദൈവമാണ്. കാരണം ഒരു രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന് ആരെ വേണമെങ്കിലും ഒരു സമയത്തേക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാൽ. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും ദൈവത്തിന് ഇഷ്ടം നമ്മളെ തന്നെ അർപ്പണം ചെയ്തിട്ട് നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഇഷ്ടം. ഫറവോനെ ഉപയോഗിച്ചു, മോശ ഉപയോഗിച്ചു. പക്ഷെ രണ്ടും വ്യത്യസ്തമാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഫറവോന് ദൈവത്തിൻ്റെ അധികാരം ദൈവം ഉപയോഗിച്ചു. എന്നാൽ മോശയെയോ മോശയുടെ സമർപ്പണം, മോശയുടെ ആ ഫ്ലെക്സിബിലിറ്റി, ആ സമർപ്പണത്തിൻ്റെ അതുകൊണ്ട് മോശയെ ഉപയോഗിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം.
മനഃപൂർവ്വമായി സമ്മതത്തോടെ ദൈവകരങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം നമ്മൾ ഉപയോഗിക്കും. ഇവിടെ അസാധ്യങ്ങളെ സാധ്യമാക്കിയതുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു ഗീതമാണ് എന്ന് പറയുന്നത്. ആ സന്തോഷം ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അന്ന് ഞങ്ങളുടെ വായിൽ ചിരി, ഞങ്ങളുടെ നാവിനുമേൽ ആർപ്പും നിറഞ്ഞിരുന്നു. സന്തോഷത്തിൻ്റെ ആ പ്രകടനങ്ങൾ അവിടെ കാണും. ചിരി ഉണ്ടായിരുന്നു, ആർപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുക. അപ്പോൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞു? യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ എന്ന് പറഞ്ഞു. ജാതികൾക്ക് അത്ഭുതമായി. നമ്മൾ കാണുന്നുണ്ട് ആവർത്തന പുസ്തകത്തിലൊക്കെ, അവിടെ പുറപ്പാട് പുസ്തകത്തിൽ മുതൽ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം നടന്നു വന്ന വഴികളിലെല്ലാം ആ ജാതികൾക്കെല്ലാം ഭയമായി. ഈ മഹാജാതി വരുന്നുണ്ട്, ഇവർ കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്, അവർ എല്ലാവരെയും ഈ പുല്ലുകളൊക്കെ എല്ലാം തിന്നു പോകുന്നത് പോലെ എല്ലാത്തിനെയും നിർമൂലമാക്കിക്കൊണ്ട് ഒരു മുമ്പോട്ട് വിജയഭേരി മുഴക്കിക്കൊണ്ട് മുന്നേറുകയാണ്. അവർ വേണമെന്ന് വെച്ച് ആരെയും ആക്രമിച്ചില്ല, പക്ഷെ അവരുടെ വഴി മുടക്കിയവരെ അവർ പോകാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. മനസ്സോട് തന്നെ അവർ ക്ഷമയോടെ അവർ ചോദിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ ആ വഴിയിൽ കൂടെ, ഹൈവേയിൽ കൂടെ മാത്രം പോയിക്കൊള്ളാം, ഞങ്ങൾക്കൊന്നും ഞങ്ങൾ എടുക്കുകയില്ല, ഒന്നും അപകരിക്കത്തില്ല. അപ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്തു? അവർ തടുക്കുകയാണ്, പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ ഒക്കെ ഒരു ജയിച്ചുകൊണ്ട് മുന്നിൽ വരുന്നതായിട്ട് കാണും. ആ ജയത്തിന് ദൈവം കൂട്ടി നിൽക്കുകയാണ്. കാരണം അവരാദ്യം പറഞ്ഞു, വളരെയായിട്ട് അവർ പറഞ്ഞു, പക്ഷെ അത് അവരനുസരിക്കാത്തപ്പോൾ, അവരതിനെ സമ്മതിക്കാത്തപ്പോൾ അവർക്ക് ബലപ്രയോഗം നടത്തേണ്ടി വന്നു. അവർക്ക് അതിന് ആക്രമണം അവരെ നേരിടേണ്ടി വന്നു, യുദ്ധം ചെയ്യേണ്ടി വന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് മുന്നേറുകയാണ് ഇസ്രായേൽ. അങ്ങനെ ഈ മടങ്ങിയവരിൽ മുഴുവനും മറ്റുള്ളവർ പറയുകയാണ്. ഇവിടെ അതാ പറയുന്നത്, യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നും നമുക്കും ആനന്ദദായകമാണ്, സന്തോഷദായകമായി മാറും. മാത്രമല്ല മറ്റുള്ളവർക്കും അത് ദൈവത്തെ സ്തുതിക്കാനായിട്ട്, ഇവൻ്റെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, നിൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. ഇസാക്കിനോട് പറയാം, നിൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കാരണം വരൾച്ചയുള്ള ദേശത്ത് അബ്രഹാം വിതയ്ക്കുകയാണ്, അബ്രഹാം 100 മേനി കൊയ്തു എന്ന് പറയാം. ഇല്ല, ഇസ്ഹാക്ക്, ആ ദേശം മുഴുവൻ വരൾച്ചയാണ്, ഡ്രോട്ട്, വരൾച്ചയുടെ കാലത്ത് കൃഷിയൊന്നും നടക്കുന്നില്ല. പക്ഷെ അവിടെ ഇസ്ഹാക്ക് വിത്ത് വിതച്ചു, 100 മേനി കൊയ്തു. അപ്പോഴവർക്ക് മനസ്സിലായി ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകും, അത് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് മാറാനായിട്ട് സാധിക്കണം. ഇവിടെ ഏതായാലും പറയും, മനോഹരമായ ഒരു അനുഭവം നമ്മൾ കാണുന്നു. തുടർന്ന് ഇതൊക്കെ നമ്മൾ പുതിയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട്. കല്ലറയ്ക്കൽ ചെന്നിട്ട് അത്ഭുത സ്തബ്ധരാകുകയാണ്. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവർക്കത് ഒരു കഥം പോലെ തോന്നുകയാണ്. അവർ തങ്ങൾക്ക് തന്നെ മടങ്ങി സന്തോഷത്തോടെ മടങ്ങി വരികയാണ് മറിയമൊക്കെ. കാരണം വലിയ അത്ഭുതമല്ലേ ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞ പോലെ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പോസ്തലനെ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കുക ഹെരോദാവ്. യാക്കോബിനെ വധിച്ചു, അത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ചുകൊണ്ട് പത്രോസിനെ വധിക്കാൻ വേണ്ടി കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു. എന്നാൽ അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് കാരാഗ്രഹവാതിൽ തുറക്കുകയാണ്. 1-ാം വാതിൽ ഇരുമ്പ് ഗേറ്റ് തുറക്കുക, സ്വതവേ അവൻ്റെ നേരെ തുറക്കുകയാണ്. 1-ാം കാവിൽ കടന്നു, 2-ാം കാവിൽ കടന്നു, രീതിയിലെത്തുകയാണ്. അവനത് സ്വപ്നം പോലെ തോന്നുക. അവർ അതിശയിക്കുക, ഇതെങ്ങനെ, ഇത് റിയലാണോ? അത്ഭുതങ്ങൾ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇങ്ങനെ ഒരു ചിന്ത ഇത് വായിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്നു വരുന്നത്, ഗോഡ് ടേൺസ് എവരി ബോണ്ടേജ് ഇൻ ടു എ ബണ്ടിൽ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന്. എല്ലാ ബന്ധനങ്ങളെയും ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ പാഠക്കെട്ടുകളായിട്ട് മാറ്റുകയാണ്. അതാ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അതിന് ഇവിടെ മുമ്പോട്ട് വരുമ്പോൾ കാണുക, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഗോഡ് ഡിഡ് ഗ്രേറ്റ് തിങ്സ് ഇൻ അസ്. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. തെക്കേ നാട്ടിലെ തോടുകൾ ഇങ്ങനെ വരണ്ടു പോകുമ്പോഴത്തേക്കും മഴ പെയ്യും. മഴയാണ് ആ നദികളിൽ വീണ്ടും വെള്ളം നിറയ്ക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. Lord, make us prosperous again, just as the rain brings water back to dry river beds. ഈ വരണ്ടുപോയ ഉണങ്ങിപ്പോയ ഈ നിലങ്ങൾ, കൃഷി നിലങ്ങളും ഒക്കെ ഉണ്ട്, അതിനെയൊക്കെ നനയ്ക്കും, എന്തൊക്കെ കൊണ്ട് മഴ പെയ്യും. അപ്പോൾ ആ നദികളൊക്കെ നിറയും. റെയിൻ ബ്രിങ്സ് വാട്ടർ, ആ നദികൾ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ എന്നാണ് പറയുക. റെസ്റ്റോറേഷൻ, യഥാസ്ഥാനപ്പെടുത്തണമെന്നാണ് ഇവിടെ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടായി. എവിടെയെങ്കിലും നമ്മൾ തെറ്റിയതായി നമ്മൾ കണ്ടാൽ അവിടെ നിന്ന് മടങ്ങി വരുവാനായിട്ട് ഈ ചില ഓപ്ഷൻസ് ഉണ്ട്. ഈ നമ്മൾ ആൻഡ്രോയിഡ് ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാക്ക് ടു, അതായത് നിങ്ങൾ എവിടെ ആരംഭിച്ചോ അവിടെ തന്നെ മടങ്ങി പോകാൻ ഒരു ഓപ്ഷൻ വരും. എവിടെയാണോ നിങ്ങൾ ആരംഭിച്ചത് അവിടെ തന്നെ നിങ്ങൾക്ക് മടങ്ങിപ്പോവാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എപ്പോഴും ദൈവം ഇട്ട് തരും. എവിടെയാണ് തെറ്റുപറ്റിയത് അങ്ങോട്ട് മടങ്ങിപ്പോവുക, റിസ്റ്റോർ ചെയ്യുക.
യഥാസ്ഥാനപ്പെടുക എന്നുള്ള ഒരു കമാൻഡ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ബട്ടണിൽ ഒരു ഞെക്കിയാൽ മതി, എവിടെയാണോ നമ്മളവിടെ തുടങ്ങിയത് അവിടെ തന്നെ നമ്മൾ എത്തുകയാണ്. അപ്പോൾ എവിടെയാണോ തെറ്റിപ്പോയത് അവിടെ നിന്നും നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മളായിരിക്കേണ്ട അവസ്ഥയിൽ, ആയിരിക്കരുതാത്ത അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വരിക. അതാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയാൻ തെക്കാനാട്ടുകളെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. നമ്മുടെ എത്ര പ്രവാസികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ഞാൻ ഭൗമികമായി ഇത് പറയുന്നല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ചിന്തകൾ പ്രവാസത്തിലേക്ക് പോയോ? നമ്മുടെ പ്രവർത്തികൾ പ്രവാസത്തിലേക്ക് പോയോ? നമ്മുടെ ഡിസിപ്ലിൻ പ്രവാസത്തിലേക്ക് പോയോ? നമ്മുടെ ഹോപ്പ് പ്രതീക്ഷകൾ പ്രവാസത്തിലേക്ക് പോയോ? നമ്മുടെ സ്നേഹം പ്രവാസത്തിലേക്ക് പോയോ? എക്സൈൽസ് പോയോ? പ്രവാസത്തിലേക്ക് പോയോ? അവിടെ നിന്നൊക്കെ മടക്കി വരുത്തണം. അതിലൊക്കെ നമ്മൾ പുഷ്ടിയുള്ളവരായിട്ട് മാറണം. അവിടെ അതാണ് പറയുന്നത്. ഇവിടെ തുടർന്ന് പറയുകയാണ് 5-ാമത്തെ വാക്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു. ഇവിടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഒരു ഫാക്റ്റാണ് അത്, സംഭവിക്കുന്നൊരു കാര്യം പറയുന്നത്. ഈ വിത്ത് വിതയ്ക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്, വിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വലിയ വിഷമത്തിലാണ്. അതെല്ലാം എല്ലാമൊക്കെ തീർന്നു. പിന്നെ ഇവരുടെ വ്യയം മുഴുവൻ അധ്വാനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട നാളുകളാണ് ഇനി. ഇവർ കണ്ണുനീരോടെയാണ് വിതയ്ക്കുന്നത്. ആ വിത്തൊക്കെ കെട്ടി അതൊക്കെ ഇട്ട് അതിന് വിത്ത് കരഞ്ഞുകൊണ്ട് വിതച്ചുകൊണ്ട് നടക്കുക. എന്നാൽ കറ്റ ചുമന്നുകൊണ്ട് ആർത്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഈ വിത്ത് വിതച്ചു, കുറച്ചാളതിങ്ങനെ കിടക്കുക, നിലമൊക്കെ ഇങ്ങനെ ഒരുക്കിയൊക്കെ കിട്ടും, ഒന്നും കാണാനില്ല. പിന്നെ വർഷമൊക്കെ വരുന്നു, ചെളിയിലൊക്കെ മൂടിപ്പോയി എന്നൊക്കെ തോന്നുന്നു. ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് പുതിയ നാമ്പുകൾ കിളിർത്ത് വരാൻ തുടങ്ങും. അതിങ്ങനെ വളർന്ന് ആ വയലുകളെല്ലാം നിറയുമ്പോൾ കർഷകൻ്റെ ഉള്ളം ആഹ്ലാദിക്കും. ആ കൊയ്ത്ത് വരുമ്പോഴത്തേക്കും പിന്നെ സന്തോഷമാണ്. ആ പാടുപെട്ടതും കളച്ചതും അധ്വാനിച്ചതും കളപറിച്ചതും കണ്ണുനീരൊഴിക്കതും എന്നും അധ്വാനങ്ങളെല്ലാം മറക്കുകയാണ്. ആ ഫലം ആ കൊയ്ത്തിൻ്റെ സമയത്ത്, ഹാർവസ്റ്റ്, there is a happiness in harvest. അവിടെ ആ സോയിങ്ങിൽ അവിടെ ദുഃഖമുണ്ട്, സാഡ്നെസ് ഉണ്ട്. എന്നാൽ ഹാർവസ്റ്റിൽ ഹാപ്പിനെസ് ഉണ്ടെന്ന് പറയും. ആ കൊയ്ത്തിൽ സന്തോഷമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിലും തന്നെ നമ്മുടെ ഓരോ അധ്വാനത്തിനും യഥാർത്ഥ അധ്വാനങ്ങൾക്ക് അതിൻ്റെ ഫലം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആനന്ദം കിട്ടും, അതിൻ്റെ സന്തോഷം കിട്ടും. ഇവിടെ പറയുന്നത് വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു. അതുകൊണ്ട് നമുക്ക് പല രീതിയിൽ ദൈവ വേലയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുടുംബജീവിതങ്ങൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുണ്ട്. വ്യക്തി ജീവിതങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഫലം ദൈവം തരിക തന്നെ ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളും തീരുമാനത്തിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു ചിന്ത തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഉള്ള ഒരു പ്രബോധനമായിട്ടാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് പരിശ്രമിക്കുക എന്നുള്ളത്, നമ്മൾ വ്യയം ചെയ്യുക എന്നുള്ളത്, പ്രാർത്ഥിച്ചുകൊണ്ട് ഡോൺ ബോസ്കോ എന്ന് പറയുന്ന സെയിൻ്റ്, ഒരു കാത്തലിക് സെയിൻ്റായിട്ട് അദ്ദേഹം, ഈ ഡോൺ ബോസ്കോ ഇന്ന് ഒത്തിരി സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേരിൽ. അദ്ദേഹം ബാല്യത്തിലൊക്കെ കഠിന വേലയൊക്കെ ചെയ്ത് ഒക്കെയാണ് പഠനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വയലിൽ ഇവർ വേല ചെയ്യാൻ പോകും, ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനോടുകൂടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഡോൺ ബോസ്കോ ഞാറ് നടും, അത് കുറച്ച് കഴിയും, കണ്ണടയ്ക്കും, എന്തോ പ്രാർത്ഥിക്കും, പിന്നെയും നടും. അപ്പോൾ ബോസ് ഇനി എന്താ ചെയ്യും? ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. പ്രാർത്ഥിക്കാതെ നട്ടാലും വിളയുമല്ലോ എന്ന് പറഞ്ഞില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വീട്ടാൽ 2 കൊയ്യാം, ഇല്ല പ്രാർത്ഥിക്കാതെ നട്ടാൽ 2 കതിര് കൊയ്യാം. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നട്ടാൽ 4 കതിര് കൊയ്യാം. എന്നാൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഒരു അബണ്ടൻസ്, അതിൻ്റെ സമൃദ്ധിയുണ്ട്. എല്ലാത്തിലും നമ്മൾ പ്രാർത്ഥനയോടെ നമുക്ക് ചെയ്യാം. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവാശ്രയത്തോടെ നമുക്ക് ചെയ്യാം. ദൈവം നമ്മളെ മടക്കി വരുത്തട്ടെ, നമ്മുടെ സന്തോഷങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ, എല്ലാ നന്മകളാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തം കൊണ്ടുവരുന്നു എന്നുള്ള മനോഹരമായ ദൃശ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അവിടുത്തെ കൃപ ഞങ്ങൾ കഴിഞ്ഞ നാളുകളെല്ലാം ഓർത്തങ്ങിക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മറ്റുള്ള ജീവിതങ്ങളൊക്കെ നിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്നെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ ജീവിതങ്ങളും ഇടയാക്കി തീർക്കണമേ. മഹത്വത്തോടത്തേക്ക് മാത്രം ഇന്ന് മുതലേക്കും തന്നെ. ആമേൻ. സ്തോത്രം നാഥ, സ്തോത്രം നാഥ, സ്തോത്രം നിനക്കൻ യേശുദേവാ. അനുദിനവും തരുന്നടിയാൻ അത്യാദരവായി. സ്തോത്രം നാഥ, സ്തോത്രം നാഥ, സ്തോത്രം നിനക്കൻ യേശുദേവാ. അനുദിനവും തരുന്നടിയാൻ
ആദരവാ